ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുൻ മേയർ കൂടിയായ നമ്മുടെ വിദ്യാഭ്യാസ ഉപമന്ത്രി വി ശിവൻകുട്ടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കുറേയേറെ കാലത്തെ ഭരണത്തിന് ശേഷം LDFന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടുപോയി. മാത്രമല്ല വി രാജേഷ് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയും വന്നു. അതായത് ചില സമാന ചിന്താഗതിയുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം ഒന്നിച്ച് തന്നെ നീങ്ങും, അത്തരം സംഭവങ്ങളൊന്നും പാസ്സാക്കിയെടുക്കാൻ ഈ BJPക്കാരെ അനുവദിക്കില്ല എന്ന് കൂടിയാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. LDFുമായിട്ടും UDF സഹകരിക്കും എന്നാണ് കെ മുരളീധരൻ്റെ പ്രസ്താവന പറയുന്നത്. ഈ കാര്യത്തിൽ എത്രയോ കാലം തിരുവനന്തപുരം ഭരിച്ച മേയറാണ്. എന്താണ് താങ്കൾ ഇപ്പോൾ തോന്നുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പല കാരണങ്ങൾ കൊണ്ടും തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായി, നേരിയ പരാജയം ഉണ്ടായി. അത് പിന്നെ ചെറിയ വോട്ടിന് തോറ്റ പത്തിലധികം വരുന്ന വാർഡുകളുണ്ട്. ഞാനത് പല കാരണങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ UDF ആണെങ്കിൽ ഏതാണ്ട് നല്ല ഒരു നിരവധി വാർഡുകളിൽ BJP ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. BJP ആയിട്ട് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ അറിയാം. ഈ BJP ജയിച്ച സ്ഥലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ വോട്ടിംഗ് പാറ്റേൺ നോക്കി അറിയാം. അപ്പൊ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ CPM-നെ തോൽപ്പിക്കുവാൻ, LDFനെ തോൽപ്പിക്കുവാൻ BJPയും കോൺഗ്രസും ആയി അവർ ഒത്തുകളിക്കുന്നു. അതിന്റെ കൂടി ഫലമാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസുമായിട്ടൊന്നും ഞങ്ങളിപ്പോ എന്തായാലും ഈ കോർപ്പറേഷനിൽ യോജിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി BJPയോടൊപ്പം നിന്നുകൊണ്ടാണല്ലോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ അവർ പല തടസ്സങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകടന പത്രിക കൊണ്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൽ ഒരു നയമുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യങ്ങളിലും ഞങ്ങൾ കൊടുക്കില്ല. ജനങ്ങൾക്ക് ഗുണകരമായി വരുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾ അപ്പോൾ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലോചിക്കും. ഈ മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതസഹിഷ്ണുത ഇങ്ങനെയൊക്കെയുള്ള സമാന കാര്യങ്ങളിൽ LDFുമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കെ മുരളീധരൻ്റെ പ്രസ്താവന. അങ്ങനെ ഒരു ഒത്തുപോക്കിനൊന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ സാധ്യതയില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? അല്ല, എങ്ങനെയാ കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നത്? ഒരു കാരണവശാലും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധ അജണ്ടയും LDF വിരുദ്ധ അജണ്ടയുമാണല്ലോ. ആ CPM-നെ പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ CPI-നെ ഒന്ന് ക്ഷീണപ്പെടുത്തുവാൻ വേണ്ടി BJPയോടൊപ്പം ഏത് നിമിഷവും ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവര്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, എനിവേ താങ്ക് യു ശ്രീ വി ശിവൻകുട്ടി. താങ്ക് യു. തിരുവനന്തപുരത്തെ മുൻ കോർപ്പറേഷൻ മേയറും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ഉപമന്ത്രിയുമായ വി ശിവൻകുട്ടി പ്രതികരിക്കുകയായിരുന്നു. കെ മുരളീധരൻ പറഞ്ഞതുപോലെ LDFുമായിട്ടുള്ള സമാന കേസുകളിലൊക്കെ തന്നെ ഒന്നിച്ചു പോകാം എന്നുള്ള പ്രതീക്ഷയൊന്നും LDF നേതാക്കന്മാർക്കില്ല എന്നാണ് ശിവൻകുട്ടിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല BJPയും കോൺഗ്രസും ഒന്നിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-നെയും ഒക്കെ LDFനെ എതിർക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു പുത്തൻ നയംമാറ്റം വേണം എന്ന് പാർട്ടി കരുതുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.